Hello all. Today let's sum up the other chapter, Eri, written by Pradeepan Pambarikunnu. Eri is written in the form of a novel and it was published posthumously. Published posthumously means റൈറ്ററിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്ത ഒരു കൃതിയാണ് എരി. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ റിസർച്ച് പേപ്പർ. ഒരാൾ റിസർച്ച് ചെയ്തിട്ട് തൻ്റെ ഗവേഷണങ്ങൾ ഒരു പേപ്പറിൽ എഴുതുന്ന റിസർച്ച് പേപ്പറിൻ്റെ ഫോമിലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു എരീനെക്കുറിച്ച് ജനനം മുതൽ മരണം വരെയുള്ള ഒരു സ്റ്റോറി ഒന്നും നിങ്ങൾക്ക് ഈ നോവലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു ജേർണലിസ്റ്റിക് ഒരു സ്റ്റൈലിലാണ് ഇത് എഴുതപ്പെടുന്നത്. So you cannot see the beginning, middle and end of the story of related to Eri. And this work is about Eri. Who is Eri? Eri ആരാണ്? പരായ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാൾ. ഹി ഈസ് എ സോഷ്യൽ റിഫോമർ, സാമൂഹിക പരിഷ്കർത്താവാണ്. തൻ്റെ കമ്മ്യൂണിറ്റിയെ പരിഷ്കരിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ്. ഏത് നാട്ടിലാണ്? ഹി ബിലോങ്സ് ടു എ പറയനാർപുരം എന്ന് പറയുന്ന ഒരു ഇമാജിനറി റീജിയനാണ്. അങ്ങനെ ഒരു നാടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം കാണാൻ സാധിക്കില്ല. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ഓൾ താലൂക്ക് ഓഫ് കുറുമ്പ്രനാട് ഇൻ നോർത്ത് കേരള. എരി ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഹി വാസ് എ റിഫോമർ ഹു ബിലോങ്സ് ടു എ പരായ കമ്മ്യൂണിറ്റി ആൻഡ് ഹി ബിലോങ്സ് ടു പറയനാർപുരം ഓൾഡ് താലൂക്ക് ഓഫ് കുറുമ്പ്രനാട്. ആൻഡ് ഈ നോവലിൻ്റെ ഒരു നെറേറ്റർ ആരാണ്? ഹി ഈസ് ദ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളറാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സ്കോളറായിരുന്നു. ആൻഡ് ഹി റിസർച്ചേഴ്സ് ഫോർ ദ ഹിസ്റ്ററി ഓഫ് എരിയെക്കുറിച്ചുള്ള ചരിത്രവും പിന്നെ ആ കുറുമ്പ്രനാട് ഉള്ള സോഷ്യൽ ലൈഫിനെയും റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് നെറേറ്റർ. എരിയുടെ കഥാപാത്രം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? നെറേറ്റർ എന്ന് പറയുന്നത് ഒരു സബാൾട്ടേൺ ലിംഗ്വിസ്റ്റാണ്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ ദലിതരുടെ ലാംഗ്വേജ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് ഈ നെറേറ്റർ എന്ന് പറയുന്ന ആൾ. സോ എരിയുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളെ റിസർച്ച് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എരീസ് ഹിസ്റ്ററി ഹെൽപ്സ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ഈ സബാൾട്ടേൺസ് ഹിസ്റ്ററി എങ്ങനെ ഉത്ഭവിച്ചു വന്നു, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതിനെ മനസ്സിലാക്കണമെങ്കിൽ എരിയുടെ ചരിത്രം എത്രയോ ഇമ്പോർട്ടൻറ്റ്. സോ എരീസ് ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എരീസ് ക്യാരക്ടറും അയാളുടെ ഹിസ്റ്ററിയും ഒരു സബാൾട്ടൻ ഹിസ്റ്ററിയെക്കുറിച്ച് എവല്യൂഷൻ പഠിക്കണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇനി ലെറ്റ്സ് ഗോ ഇൻ ടു ദ നോവൽ. ഫസ്റ്റ് പാർട്ട്, യു ഹാവ് 3 parts to study. In the first part you can see the small narration of experience of Cheliar Raman, who was going to Cheliar Raman എന്ന് പറയുന്ന ആൾ തൻ്റെ വീട്ടിലേക്ക് അർദ്ധരാത്രി സമയത്ത് പോവുകയാണ്. തൻ്റെ ചൂട്ട കത്തിത്തീർന്നത് കൊണ്ട് അയാൾക്ക് ഇരുട്ടത്ത് നടക്കാൻ സാധിക്കാത്ത പക്ഷം എരി എന്ന ആൾ അവിടെ താൻ എരിയാണെന്ന് മനസ്സിലാവില്ല ചെലിയാർ രാമന്. അയാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഈ എരി എന്ത് ചെയ്യും? ഒരു മരുന്നെടുത്ത് അയാളെ കണ്ണിൽ പൂശും. അങ്ങനെ ആ കണ്ണിൽ പൂശിയേരം അയാൾക്ക് പിന്നെ ഇരുട്ടത്ത് കാണാൻ സാധിക്കുന്നതും അങ്ങനെ അയാൾ വീട്ടിലെത്തുന്നുണ്ട്. സോ അന്ന് രാത്രി അയാൾക്ക് ഉറക്കം ഉണ്ടാവില്ല, ആളാരാന്ന് മനസ്സിലാവില്ല. അങ്ങനെ തിരിച്ച് അയാൾ ആ സ്ഥലത്ത് തന്നെ പോയി അവിടുത്തെ ടീ ഓണറോട് ചോദിക്കുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ആളാരാണെന്ന് മനസ്സിലായില്ല. സോ ദിസ് ടീ ഓണർ എന്ത് പറയും? അത് എരിയാണ് എന്ന് പറയും. സോ ഈ ഒരു കഥയിൽ എന്താണ്, എരി എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. തനിക്കൊരു ജാതിഭേദമൊന്നും ഇല്ലാതെ തന്നെ എരി അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണ്ണിൽ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സോ ഹീ ഈസ് ഹെൽപ്പിംഗ് മൈൻഡഡ് ആൻഡ് ഹിസ് മിസ്റ്റീരിയസ് ഫിഗർ. അയാൾ കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നോട്ട് നോക്കുമ്പോൾ ആളെ കാണൂല. സോ പിന്നെ എന്താണ്, എരിയുടെ ഒരു ഫിഗർ എങ്ങനെയാണ്? ബുദ്ധയുടെ അവതാരം പോലെ ഇരിക്കുന്നു എന്നാണ് ഫസ്റ്റ് എരിയെക്കുറിച്ച് കാണുന്ന ഒരു ഇംപ്രഷൻ. സോ ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ ഒരു ചെറിയൊരു കഥ, ഒരു മിസ്റ്റീരിയസ് ഫിഗർ, ആളാരാണെന്നറിയില്ല, അയാളിങ്ങനെ സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? സോ എരിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കേട്ടുകഥ മാത്രമേ ഈ നരേറ്ററിൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ വേറൊരു ഡോക്യുമെൻറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. എവിടുന്നാണ് ആ ഡോക്യുമെൻറ്റ് കിട്ടിയത്? എ ഫോൾഡർ ഓഫ് താലിയോല. എരിയെക്കുറിച്ച് കുറച്ച് പാട്ടുകൾ, താലിയോലയിൽ രചിച്ച കുറച്ച് പാട്ടുകൾ മാത്രമാണ് എരിയെക്കുറിച്ച് ആകെയുള്ള ഒരു ഡോക്യുമെൻറ്റ്.
സോ അത് അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു ഓൾഡ് രാമപ്പണിക്കർ എന്ന് പറഞ്ഞ ഒരു വയസ്സായ ഒരു രാമപ്പണിക്കർ എന്ന് പറഞ്ഞ ആളെടുത്ത് നിന്നാണ് കിട്ടുന്നത്. ഈ രാമപ്പണിക്കർ എന്ന് പറഞ്ഞ ആളെന്താണ്, തൻ്റെ വീട്ടിൽ ലൈബ്രറീനെ കുറിച്ച് എല്ലാവിടെയും പോയാൽ ബോസ്റ്റ് ചെയ്യും. എനിക്ക് ഇത്രയും വലിയ ലൈബ്രറിൻ്റെ കളക്ഷൻ അങ്ങനെ. അയാൾ ബുക്സ് ഒന്നും വായിക്കില്ല, പക്ഷേ കളക്ഷനെ കുറിച്ച് അയാൾ എപ്പോഴും ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള അയാളെ വീട്ടിൽ ഒരു ദിവസം ഈ നരേറ്റർ പോയി നോക്കുകയാണ്, ജസ്റ്റ് ടു ചെക്ക് അയാൾ പറയുന്നത് ഉള്ളതാണോ നോക്കാൻ. അപ്പോൾ ആകെ അയാളെ ലൈബ്രറിയിൽ ആകെ 4 പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എന്തൊക്കെയാണ്? ആധ്യാത്മ രാമായണ, പിന്നെ ഒരു ഭാഗവതം, പിന്നെ കോപ്പി ഓഫ് കൃഷ്ണഗാഥ ആൻഡ് എ ഡോക്യുമെൻറ്റ് ഓൺ എരി. ഈ എരീനെ കുറിച്ച് ഡോക്യുമെൻ്റ് പോലും അയാൾ, എരിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ആണെന്ന ഒരു അറിവ് പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഏതോ ഒരു ആധ്യാത്മ രാമായണം എന്നാണ് അയാൾ കരുതിയിട്ട് അതുവരെ അയാൾ സൂക്ഷിച്ചിരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ എന്താണ്, നെറേറ്ററിൻ്റെ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും പിന്നെ ആ സമയത്ത് കുറുമ്പ്ര നാട്ടിൽ പാരലൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, ഈ 2 പോയിൻറ്റ്സുമാണ് സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, നെറേറ്ററിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കണ്ടംപററി ആയിരുന്നു എരി. ഗ്രാൻഡ് ഫാദർ അച്ചാച്ചൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളായിരുന്നു എരി. അപ്പോൾ ഈ അച്ഛൻ കണ്ടിരുന്നു എരി എങ്ങനെയാണ് എന്ന്. അപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്, എരി ഈവൻ ദോ ഹീസ് എ പറായ, ഹി വെയർസ് ക്ലീൻ വൈറ്റ് ഡ്രസ്, ഹി വെയർസ് രുദ്രാക്ഷ, ഹി ലിവ്സ് ഇൻ എ ക്ലീൻ ഹട്ട്. സോ ഫാദേഴ്സ് വേർഡ്സ് എക്സ്പോസ് ദ കോർ ഓഫ് റിനൈസൻസ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു കാമ്പ് അവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പക്ഷേ ഇവിടെ നെറേറ്റർ ഈസ് ഡൗട്ട്ഫുൾ. ഫാദർ മെയിൻ സ്ട്രീം പ്യൂരിറ്റി, ഈ അപ്പർ കാസ്റ്റിൻ്റെ ഒരു പ്യൂരിറ്റി, ആ സെൻസിനെയാണോ ഇമ്പോസ് ചെയ്യുകയാണോ, ചാർത്തപ്പെടുകയാണോ എരിയുടെ മേൽ, അല്ലെങ്കിൽ എരിയുടെ സെൽഫ് റെസ്പെക്റ്റ് പ്രോപ്പഗേറ്റ് ചെയ്ത പൊയ്ക്കൽ അപ്പച്ചനും അയ്യങ്കാലും ഇവർ രണ്ടുപേരും എരിയുടെ മുകളിൽ സെൽഫ് റെസ്പെക്റ്റ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കുമോ കാരണം അച്ഛൻ ഇങ്ങനെ വൈറ്റ് ക്ലീൻ ഡ്രസ് ഒക്കെ പറയാൻ കാരണം? ഇങ്ങനെയൊക്കെ നെറേറ്റർ സംശയിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എരി സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ഹീ ഈസ് വെരി ഇൻ്റലിജൻറ്റ്. സോ എരി എങ്ങനെ സംസ്കൃതം പഠിച്ചു? എരി ബിലോങ്സ് ടു ലോവർ കാസ്റ്റ്, ബട്ട് ഹൗ ഡിഡ് ഹി കം ടു ലേൺ സാൻസ്ക്രിത്? സോ അങ്ങനെ റൈറ്റർ ഗോസ് ഇൻ ടു ദ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഇൻ നോർത്ത് മലബാർ ഏരിയ. അപ്പോൾ കേരളത്തിൻ്റെ നോർത്ത് മലബാർ ഏരിയയിലെ ലാംഗ്വേജ് എങ്ങനെ ഉത്ഭവിച്ചു, എങ്ങനെ സംസ്കൃതം എരിയിലേക്ക് എത്തി എന്ന് ഒരു ഗവേഷണം നടത്തുകയാണ്. സോ ആ സമയത്താണ് ഇരിങ്കൽ കണാരപ്പണിക്കർ എന്ന് പറയുന്ന ആൾ, ഹീ ഈസ് വെരി സ്കിൽഡ് മന്ത്രവാദി ആൻഡ് എ വൈദ്യൻ, ആൻഡ് ഇയാൾക്ക് സംസ്കൃതം അറിയാം. ഹീ ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് ഇൻ പീഡിയാട്രി. കുട്ടികളെ ചികിത്സിക്കാനും പിന്നെ ഫിറ്റ്സിനെ ചികിത്സിക്കാനുമുള്ള നല്ല എക്സ്പേർട്ടായ ഒരു വൈദ്യനായിരുന്നു ഇരിങ്കൽ കണാരപ്പണിക്കർ. നെക്സ്റ്റ് നെറേറ്ററിൻ്റെ അച്ഛൻ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നടന്ന പാരലൽ എഡ്യൂക്കേഷനെ വിവരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പാരലൽ സിസ്റ്റം ഓഫ് കുറുമ്പ്രനാട് എങ്ങനെയായിരുന്നു, സ്കൂൾസിൽ സാൻഡിൽ എഴുതാനാണ് പഠിപ്പിച്ചിരുന്നത്. ആ സമയത്ത് സ്ലേറ്റും പെൻസിലും ഒന്നും ഉണ്ടായിരുന്നില്ല, സാൻഡിലാണ് എഴുത്ത് പഠിപ്പിച്ചിരുന്നത്. പിന്നെ എഴുത്താശാന്മാർ എല്ലാ സ്ഥലങ്ങളിലും പോയി നിന്ന് അവിടുത്തെ കുട്ടികളെ അമരം, കാവ്യം, എഞ്ചുവടി ഈ 3 കാര്യങ്ങളും എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. സോ എഴുത്താശാന്മാർ എല്ലാവിടെയും സഞ്ചരിച്ചു കൊണ്ടാണ് അവർ അവിടെ വിദ്യാഭ്യാസം പഠിപ്പിച്ചിരുന്നത് ഓരോരോ സ്ഥലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ മലയ എന്ന കാസ്റ്റുള്ളവർ മഹാഭാരതം നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് അവരുടെ റിച്വൽസ്, അവരുടെ കുറച്ച് ട്രഡീഷണൽ റിച്വൽസ് മഹാഭാരതത്തിൽ കുറച്ച് ഉൾപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് മഹാഭാരതം നിർബന്ധമായിട്ടും പഠിക്കണമായിരുന്നു. സോ അങ്ങനെ ആ സമയത്ത് കുറുമ്പ്ര നാടിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? എഡ്യൂക്കേഷൻ ഈസ് ടോട്ടലി റിലേറ്റഡ് ടു എവറിഡേ ലൈഫ്. സോ ലൈഫിൽ എന്താണോ ആവശ്യം അതിൽ മാത്രം വിദ്യാഭ്യസിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. സോ എരി എന്ന ആൾ എങ്ങനെ സംസ്കൃതം പഠിച്ചു ഇപ്പോഴും ഓദറിന് മനസ്സിലായില്ല. കുറുമ്പ്ര നാട്ടിൽ എങ്ങനെയാണ് തൻ്റെ ലൈഫിൽ അവർക്ക് ഓരോരുത്തർക്ക് ഒരു തൊഴിലുണ്ട്, ആ തൊഴിലിന് സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെ എരി സംസ്കൃതം വിദ്യാഭ്യസിച്ചു, എങ്ങനെ പഠിച്ചു എന്നാണ് ഒരു ചോദ്യം. നെക്സ്റ്റ് തേർഡ് പാർട്ട്. സോ ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഇറ്റ് ഡിസ്കസ് അബൌട്ട് ദ പുലപ്പേടി. പുലപ്പേടി എന്ന് പറയുന്ന ഒരു റിച്വലാണ്, ശരിക്കും അപ്പർ കാസ്റ്റിലുള്ളവർ കൊണ്ടുവന്ന ഒരു റിച്വലാണ്.
അവരുടെ അപ്പർ കാസ്റ്റ് സ്ത്രീകൾ ഒറ്റക്ക് നടക്കുന്ന സമയത്ത് ഈ താഴ്ന്ന ആൾക്കാർ പുലയന്മാർ എന്ത് ചെയ്യും, ഈ സ്ത്രീകളെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ പിന്നെ അഭ്രഷ്ടരാക്കും. ആ ജാതിയിൽ നിന്ന് അവരെ അപ്പർ കാസ്റ്റിൽ നിന്ന് വെളിവാക്കപ്പെടും. പിന്നെ അവർ എല്ലാ സമയവും ഈ ലോവർ കാസ്റ്റ് അവരുടെ ജീവിക്കണം, അല്ലെങ്കിൽ അവർ മരിക്കണം. ഈ 2 വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുവരെ പുലപ്പേടി എന്ന ഒരു റിച്വൽ എപ്പോഴും അപ്പർ കാസ്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമായിരുന്നു ഇത് പ്രസൻറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഈ എരി എന്ന നോവലിൽ ഇതേത് കാഴ്ചപ്പാടിൽ പറയനായ ഒരു ആണിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ പുലപ്പേടിയെ പ്രസൻറ്റ് ചെയ്യുന്നത്, ഈ കഥ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എരി എന്ന ആൾ എന്താണ്, ഒരു ഇല്ലത്തിൻ്റെ അവിടെ ഒരു രാത്രി കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിളിച്ചതായിട്ട് അവരെ കാണാൻ വരികയാണ്. സോ ആ സ്ത്രീ എന്താണ് റിക്വസ്റ്റ് ചെയ്യാണ്, എന്നെയും അഭ്രഷ്ടരാക്കുക, എന്നിട്ട് നിങ്ങളെ കൂടെ വശീകരിച്ച് നിങ്ങളെ കൂടെ ഞാൻ താമസിച്ചോളാം, എനിക്കിനി എൻ്റെ സമുദായത്തിൽ താമസിക്കണ്ട. സോ ഷീ റിക്വസ്റ്റ് ഹിം ടു സെഡ്യൂസ് ഹെർ ആൻഡ് ഷീ ഡസൻറ്റ് വാണ്ട് ടു ലിവ് ഇൻ ഹെർ കമ്മ്യൂണിറ്റി. അവരെ വീട്ടിൽ അവരെ ഇല്ലത്തിൽ ഇനി ജീവിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ബിക്കോസ് ഷീ വാസ് മാരീഡ് ടു എ 60-year-old നമ്പൂതിരി. ഒരു 60 വയസ്സുള്ള ഒരു വയസ്സനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്കാകെ 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഇനി അവിടെ നിൽക്കുന്നത് നരകതുല്യമായ ജീവിതമാണ്. എനിക്ക് അതിനേക്കാളും ഭേദം നിങ്ങളെ ഒരു ലോവർ കാസ്റ്റിലെ കൂടെ ഞാൻ ഏതെങ്കിലും ഒരു ജാതിയിൽ ഞാൻ ജീവിച്ചോളാം, പക്ഷെ എനിക്കിവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഷീ റിക്വസ്റ്റ് എരി ടു ഡു ഹെൽപ്പ് ടു സെഡ്യൂസ് ഹെർ. ബട്ട് എരി റിഫ്യൂസസ് ടു ഹെൽപ്പ്. താൻ ഹെൽപ്പ് ചെയ്യൂല. എന്താണ് പറയുന്നത്, കല്യാണം ഒരിക്കലും സ്നേഹമില്ലാതെ ഒരിക്കലും ഒരു കല്യാണവും മുന്നോട്ട് പോവില്ല. അതേപോലെ ഹീ ഈസ് നോട്ട് റെഡി ടു ബറി ഹിസ് കമ്മ്യൂണിറ്റീസ് ആങ്സൈറ്റി. തൻ്റെ കുടിലിൽ എന്താണ് കേൾക്കുന്നത്, അവരുടെ ജാതിയുടെ രോദനവും വിഷമങ്ങളും ഒക്കെയാണുള്ളത്. അതൊക്കെ കുഴിച്ചു മൂടി പുതിയൊരു ട്രഡീഷന് വേണ്ടി ഇതൊക്കെ കുഴിച്ചു മൂടാൻ ഞാൻ റെഡിയല്ല. സോ പ്ലീസ് ഫർഗീവ് മീ, ഐ കനോട്ട് ഹെൽപ്പ് യു. സോ അങ്ങനെ പറഞ്ഞ് എരി അത് ഒഴിവായി പോവുകയാണ്. സോ ഇതുവരെ എങ്ങനെയായിരുന്നു ഈ അപ്പർ കാസ്റ്റിൽ എങ്ങനെയായിരുന്നു കാഴ്ചപ്പാട്? ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് ചോദിച്ചാൽ അവരെന്താക്കും, പെട്ടെന്ന് തന്നെ അവരെ സെഡ്യൂസ് ചെയ്ത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇവിടെ എന്താണ്, എരി ഈസ് റിജക്റ്റിംഗ് ദിസ്. അവരെ കാഴ്ചപ്പാടിനെ റിജക്റ്റ് ചെയ്യുകയാണ്, ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ഇവിടെ എരി എന്താണ്, ഇങ്ങനൊരു അപ്പർ കാസ്റ്റ് വുമനെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല. ഹീ ഈസ് റെഡി ടു സഫർ, സാക്രിഫൈസ് ഫോർ ഹിസ് കമ്മ്യൂണിറ്റി. തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അർപ്പിച്ച ഒരാളാണ് എരി. സോ ഹീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദിസ് ലേഡീസ് പ്രപ്പോസൽ. സോ നെക്സ്റ്റ് എന്താണ് നമ്മൾ കാണുന്നത്, ദാറ്റ് വുമൻ വാസ് സീൻ ഫ്ലോട്ടിംഗ് ഫ്രീലി എമംഗ് ദ ഫിഷ്. സോ നെക്സ്റ്റ് ഡേ എന്താണ്, ആ വുമന് ഷീ കമ്മിറ്റ് സൂയിസൈഡ് ആൻഡ് ഷീ വാസ് ഫ്രീലി ഫ്ലോട്ടിങ്. മീനുകളുടെ ഇടയിൽ നല്ല സ്വാതന്ത്ര്യമായി ഒരു വെള്ളത്തിൽ ഒഴുക്കി പോകുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഹിയർ ഷീ ചൂസസ് ഡെത്ത് ഓവർ ലൈഫ്. ഈ നരകതുല്യമായ ജീവിതത്തിനേക്കാളും നല്ലത് മരണമാണെന്ന് അവർ തീരുമാനിച്ച് മരിക്കുകയാണ്. സോ ഇവിടെ എന്താണ്, എരി എങ്ങനെയാണ് തൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്, തൻ്റെ മീൻസ് പരായനായ എരിയിലൂടെ അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ പുലപ്പേടി എന്ന റിച്വൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് റീഡ് ദ ചാപ്റ്റർ വൺസ് അഗെയിൻ. ഓക്കെ, താങ്ക് യു.